നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അർജുൻ, നിങ്ങൾക്ക് വിസ്താരം ആരംഭിക്കാവുന്നതാണ്. താങ്ക് യു മിലോഡ്. പ്രീതി അല്ലേ? അതെ അതെ. നിങ്ങൾ 3-4 മാസം കോമയിലായിരുന്നു. അതെ അതെ. അതിന് ആധാരമായ സംഭവങ്ങളെ പറ്റി ഓർമ്മയുണ്ടോ? ഉണ്ട്. നല്ല വ്യക്തമായിട്ടുള്ള ഓർമ്മ ഉണ്ട്. എങ്ങനെയാണ് നിങ്ങൾ കോമയിലായത്? മടിക്കാതെ പറയണം, നിങ്ങൾ എങ്ങനെയാണ് കോമയിലായത്? എങ്ങനെയാണ് നിങ്ങൾ കോമയിലായത്? പറയണം. പ്രീതി, പറയണം, നിങ്ങൾ എങ്ങനെയാണ് കോമയിലായതെന്ന്. ഞാൻ വീണ് പാറയിൽ തലയിടിച്ചു. എന്നിട്ട് എന്തുണ്ടായി? പ്രീതി, എന്നിട്ട് എന്താണ്? പറയൂ. ഇപ്പൊ പുറത്തേക്കൊന്നും പോവാതിരിക്കുന്നതാ നല്ലത്. മയക്കുമരുന്നിന്റെ എഫക്റ്റ് 48 hours എങ്കിലും ഉണ്ടാവും. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും വീണ്ടും മയങ്ങി വീഴാം. പ്രീതി, പറയൂ പ്ലീസ്. പറ പ്രീതി, പറയണം. സുസ്മിത എന്റെ തല പലതവണ ബലമായി പാറയിൽ ഇടിച്ചു. അങ്ങനെയാണ് ഞാൻ പാറയിൽ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ ഓവർ റൂൾഡ്. അമീർ, പ്രോസിക്യൂഷൻ വിസ്താരം പൂർത്തിയാവട്ടെ. പറയണം. ആ നിൽക്കുന്ന സുസ്മിതയാണോ നിങ്ങളുടെ തല പലവട്ടം കല്ലിലിടിപ്പിച്ച് കോമയിലേക്ക് തള്ളിവിട്ടത്? പറയണം പ്രീതി, കോടതിയോട് സത്യങ്ങൾ തുറന്നു പറയും. പ്രീതി, പറയ് പ്രീതി. പ്രീതി, 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 പ്രീതി. ഭർത്താവെന്ന അവകാശാധികാരം വെച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അവർക്ക് മേൽ നടത്തിയ മാനസിക പീഡയും സമ്മർദ്ദവും കേസ് ജയിക്കാനുള്ള ചതുരുപായങ്ങളും കോടതിക്ക് തന്നെ സങ്കല്പിക്കാവുന്നതേയുള്ളൂ. മിലോഡ്, ഈ പറഞ്ഞതെല്ലാം കള്ളമാണ്. എനിക്കത് തെളിയിക്കാൻ സാധിക്കും. ആയതിനാൽ ഈ കേസ് മറ്റൊരു തീയതിയിലേക്ക് മാറ്റിവെക്കാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. എന്തിനാ?
എന്റെ കക്ഷി സുസ്മിതയ്ക്ക് മേൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെല്ലാം തന്നെ വ്യക്തിവൈരാഗ്യത്തിൽ ഊന്നിയതും അടിസ്ഥാനരഹിതവുമാണെന്ന് ആദ്യ സിറ്റിംഗിൽ തന്നെ കോടതിക്ക് ബോധ്യമായതാണ്. സംഭവത്തിൽ ദൃക്സാക്ഷിയുണ്ടെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ അവകാശവാദത്തിന്മേലാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ആ അവകാശവാദമാണിപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണിരിക്കുന്നത്. ഇനിയും എന്റെ കക്ഷിക്ക് മേലുള്ള മാനസികവും ശാരീരികവുമായുള്ള പീഡകൾ വർദ്ധിപ്പിക്കുന്നതിനായി കേസ് എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത്? മിലോഡ്, എന്റെ കക്ഷി സുസ്മിതയെ വെറുതെ വിട്ടുകൊണ്ട് ഉത്തരവുണ്ടാകണമെന്നും എന്റെ കക്ഷിക്കുമേൽ കള്ളക്കേസ് കെട്ടിവെക്കാൻ ശ്രമിച്ചവരെ കോടതി ചിലവടക്കം ഈടാക്കി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മിലോഡ്, ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് ബഹുമാനപ്പെട്ട കോടതി അറിയിക്കാനുണ്ട്. മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന കാര്യമാണോ മിസ്റ്റർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇനി കോടതിയുമായി താങ്കൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്? അവസാന സാക്ഷിയുടെ വരെ വിസ്താരം കഴിഞ്ഞു. നിങ്ങൾ ദൃക്സാക്ഷിയെന്ന് അവകാശപ്പെട്ടയാളെ ക്രോസ് ചെയ്യേണ്ടതായിട്ട് പോലും എനിക്ക് വേണ്ടി വന്നില്ല. അതിനു മുമ്പേ നിങ്ങളുടെ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞില്ലേ? മിലോഡ്, കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കാതെ ഈ കേസ് തള്ളണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അർജുൻ, പറയാനുള്ളത് എന്തായാലും പെട്ടെന്നാവട്ടെ. പറയാം മിലോഡ്. ചായ. കൊക്കയിലേക്ക് തള്ളിയിട്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അമ്മേ. പകയോടെ എന്റെ തലയെടുത്ത് കല്ലില് തല പലവട്ടം ഞാൻ ഇടിച്ചു. ഡോക്ടർ, ഇനിയിപ്പോ മയക്കം തെളിയാൻ 48 hours. അതായത് 2 ദിവസം വരെ ആളെ മയക്കിക്കിടത്താൻ തക്ക ശക്തിയുള്ള മരുന്നാണെന്ന് ലാബ് പരിശോധനയിൽ അത് വ്യക്തമാണ്. ആള് കണ്ണു തുറന്നല്ലോ. മയക്കുമരുന്നിന്റെ എഫക്റ്റ് 48 hours എങ്കിലും ഉണ്ടാവും. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും വീണ്ടും മയങ്ങി വീഴാം. മയങ്ങിയല്ല, ജീവനൊറ്റ വീഴുമെന്ന് പറഞ്ഞാലും ഞാൻ പോകും ഡോക്ടർ. മിലോഡ്, ഈ കാര്യങ്ങളാണ് സംഭവിച്ചത്. മിസ്റ്റർ അർജുൻ ശങ്കർ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. മിലോഡ്, ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.